കേരളത്തിലല്ല, ബീഹാറിലാണ് ഈ സംഭവം. മട്ടൻ വാഗ്ദാനം ചെയ്ത പ്ലേറ്റിൽ കോഴിക്കറി വിളമ്പി കല്യാണ വീട്ടിൽ കൂട്ടത്തല്ലാണ് പിന്നീട് സംഭവിച്ചത്. വരന്റെയും വധുവിന്റെയും വീട്ടുകാർ ഏറ്റുമുട്ടുകയായിരുന്നു. ദൃശ്യങ്ങൾ കാണാം. വധുവിന്റെ കുടുംബം ഭക്ഷണത്തിൽ മട്ടൺ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. വരന്റെ കുടുംബത്തിലെ ചിലർ ഇക്കാര്യം ചോദ്യം ചെയ്തു. ഇതോടെയാണ് സംഘർഷമുണ്ടായത്. 14 പേർക്കാണ് പരിക്കേറ്റത്. YS അഭിനന്ദ് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, മട്ടന്റെയും ചിക്കന്റെയും ഒക്കെ പേര് പറഞ്ഞ് 2 കുടുംബങ്ങൾ ഒന്നാവുന്ന ഒരു ശുഭമുഹൂർത്തത്തെയാണ് ഇത്തരത്തിൽ അലങ്കോലമാക്കുന്നത്. ഷിഗാസ്, ലേസിന്റെയും ചിക്കന്റെയും ഐസ്ക്രീമിന്റെയും മന്തിയുടെയും ബിരിയാണിയുടെയും പേരിലുള്ള അടിപിടികൾ കൊല്ലത്തും ആലപ്പുഴയിലും കോഴിക്കോട്ടും തൃശ്ശൂരും മാത്രമൊന്നുമല്ല, ഇങ്ങ് ബീഹാറിലുമുണ്ട്. ശനിയാഴ്ച നടന്ന ഒരു വിവാഹത്തിനിടയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിമ്രി ജില്ലയിലെ ഭക്തിയാപൂരിലാണ് സംഭവം നടക്കുന്നത്. വിവാഹ നിശ്ചയ സമയത്ത് തന്നെ വധു വരനൊരു വാഗ്ദാനം നൽകിയിരുന്നു. ബിരിയാണിക്കൊപ്പം മട്ടൻ പ്ലേറ്റിൽ ഉണ്ടാകുമെന്ന്. വിവാഹ ദിവസം അതെല്ലാവരും പ്രതീക്ഷിക്കണമെന്ന് വധു വരനോട് ഉറപ്പ് നൽകിയിരുന്നു. വരൻ ഇക്കാര്യം വലിയ രീതിയിൽ തന്നെ കുടുംബത്തോട് പറയുകയും ചെയ്തു. അങ്ങനെ ശനിയാഴ്ച വിവാഹത്തിനായി വധുവിന്റെ വീട്ടിലേക്ക് വരനും കുടുംബവും എത്തുന്നു. വിവാഹ ചടങ്ങുകളെല്ലാം സമാധാനത്തോടുകൂടി കഴിയുന്നു. അതിനുശേഷമാണ് ഭക്ഷണത്തിനായി ഈ വരന്റെ വീട്ടുകാരെല്ലാം ചെന്ന് ഇരുന്നപ്പോൾ ആ പ്ലേറ്റിൽ കണ്ടത് മട്ടന് പകരം കോഴിക്കറിയായിരുന്നു. മട്ടൻ എവിടെ എന്ന് ചോദിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ വാക്കുതർക്കമുണ്ടായത്. വാക്കുതർക്കം പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് നീങ്ങി. ഒടുവിലത് കയ്യാങ്കളി ആകെ അടിപിടി കേസായി മാറുകയായിരുന്നു. ആയുധങ്ങൾ ഉൾപ്പെടെ എടുത്തായിരുന്നു മർദ്ദിക്കാനുള്ള ശ്രമം. വരന്റെ വീട്ടുകാർക്കും ഒപ്പം തന്നെ വധുവിന്റെ വീട്ടുകാർക്കും വലിയ രീതിയിൽ തന്നെ അടി കിട്ടേണ്ട സാഹചര്യമുണ്ടായി. പരുക്കുകളുമുണ്ട്. 14 പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റത്. ഉടൻ തന്നെ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയതോടുകൂടിയാണ് സ്ഥിതി ശാന്തമാക്കാൻ കഴിഞ്ഞത്. 14 പേരെയും ഭക്തിയപ്പൂരിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നീട് അവിടെയുള്ള താലൂക്ക് ആശുപത്രികളിലുമൊക്കെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ വധുവും വരനും വരന്റെ വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ഈ ആക്രമണത്തിന് പിന്നാലെയുള്ള കേസുകളും വയ്യാവേലികളുമായി ആകെ വിഷമത്തിലാണെന്നാണ് നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ അവർ കുറിച്ചിരിക്കുന്നത്. അതായത് കൊല്ലത്ത് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നം. കൊല്ലത്തിന്റെ പേരിൽ ഒരുപാട് വിഷയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന സമയത്താണ് ബീഹാറിൽ നിന്ന് മട്ടന്റെ പേരിൽ ചിക്കന്റെ പേരിൽ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ശരി അഭിനന്ദ്, ഇനിയിപ്പോൾ ആ വരന്റെയും വധുവിന്റെയും കാര്യമാണ് കഷ്ടം.